Praise Lord. Today I want to discuss a very common topic which we all face in our life. നമ്മുടെ എല്ലാം ഡേ ടു ഡേ ലൈഫിൽ ഓൾമോസ്റ്റ് എവറി വൺ ബാറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പേടി, ടെൻഷൻസ്, ആൻസൈറ്റീസ്, ഡിപ്രഷൻസ്. സോ ഐ ജസ്റ്റ് വോണ്ട് ഹൈലൈറ്റ് ഫ്യൂ തിങ്സ് ബൈബിൾ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ there are certain people, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ആസ് ബോൺ അഗെയിൻ ബിലീവേഴ്സ് വി ആർ നോട്ട് സപ്പോസ് ടു ഗെറ്റ് ആൻഷ്യസ്, വി ആർ നോട്ട് സപ്പോസ് ടു ഫീൽ ഡിപ്രസ്ഡ്. ബട്ട് നോ, ആസ് ഹ്യൂമൻസ് വി ഡു tend to have those emotions, feelings, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ പോവാറുണ്ട്. ബട്ട് വാട്ട് മേക്സ് us different from others is that നമുക്ക് ഓൾറെഡി ദൈവം ഹി ഗേവ് us the guidelines how to battle these emotions, how to battle this feeling of anxiousness, ഡിപ്രഷൻ ഒക്കെ വരുമ്പം ഹൗ ടു ബാറ്റിൽ എന്ന് ദൈവം ഓൾറെഡി നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ്, വി ഓൾറെഡി ഹാവ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us through scriptures. സോ ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സ് വഴി ത്രൂ ഹോളി സ്പിരിറ്റ് വി ആർ ഏബിൾ ടു ഓവർകം ഇറ്റ്. വി ഷുഡ് നോട്ട് ലെറ്റ് ദോസ് തോട്ട്സ് കൺസ്യൂമേഴ്സ്, നമ്മളെ ആ തോട്ട്സ് ഒന്ന് കൺസ്യൂം ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. ഓവർ ദാറ്റ് നമ്മൾ അതിന്മേൽ ജയം നേടണം. So why do we feel anxious or why do we feel depressed? There are a few points which I want to highlight. എനിക്ക് തോന്നിയ കുറച്ച് പോയിന്റ്സ്. One, it can be because of our expectations. Because നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആ ഒരു സാഹചര്യം നമുക്ക് അത്ര കിട്ടത്തില്ലായിരിക്കും. ബട്ട് വി ആർ എക്സ്പെക്ടിങ് ടു മച്ച്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് നടക്കാതെ വരുമ്പം നമ്മൾ ഇൻ ദി എൻഡ് വി ഫീൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നു. അങ്ങനത്തെ സാഡ്, അങ്ങനെ ഭയങ്കര വറീഡായി പോകുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻസ് കാരണം. ദെൻ ഓവർ തിങ്കിങ്. പേഴ്സണലി ഐ ആം എ പേഴ്സൺ ഹു ഓവർ തിങ്സ് എ ലോട്ട്. ഇല്ലാത്ത കാര്യങ്ങൾ കുറേ ചിന്തിച്ചു കൂട്ടും. അങ്ങനത്തെ ചെറിയ കാര്യമായിരിക്കും, അതിനെ ചിന്തിച്ച് വലിയ മൗണ്ടൻ ആക്കും. അങ്ങനത്തെ കുറേ ഓവർ തിങ്കിങ് കാരണം നമ്മൾ ഒത്തിരി വിഷമത്തിലാവുന്നു, കുറേ ആൻഷ്യസ് ആവുന്നു, നമ്മൾ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി എല്ലാം ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ദെൻ ക്യാരിങ് അൺനെസസറി ബേർഡൻസ്, നമുക്ക് വേണ്ടാത്ത ബേർഡൻസ് നമ്മൾ ക്യാരി ചെയ്യുക. ദെൻ അപ്പം അത് ഇവഞ്ച്വലി ഇറ്റ് വിൽ ലീഡ് ടു ഡിപ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. സോ ഫോർ മീ പേഴ്സണലി there are times when I felt so worthless. There are times when I lack my self-esteem. There are times ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ മതി, എന്നെ എടുത്തേക്കാമോ എന്ന് ഞാൻ ചോദിച്ച സമയങ്ങളുണ്ട്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us go to അങ്ങനത്തെ ടൈംസിലൂടെ പോവാറുണ്ട്. ഇൻ ബൈബിൾ ഓൾസോ 1 Kings 19:4 എലിജ ആ ചുഴൽച്ചെടിയുടെ നടുവിൽ നിന്ന് പറയുന്നുണ്ട്, ലോർഡ് എനഫ് ടേക്ക് മൈ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്തെ ബുദ്ധിമുട്ട് കാരണം നമുക്ക് അത് താങ്ങാൻ പറ്റാതെ വരുമ്പം ഇതിൽ ദൈവമേ മതി, എടുത്തേക്ക്. ബട്ട് നോ, അതല്ല ദൈവത്തിന്റെ പ്ലാൻ നമ്മളെ പറ്റിയുള്ളത്. ഗോഡ് നമ്മളെ ഈ ഭൂമിയിൽ ഒരു പർപ്പസോടെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പർപ്പസ്, ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ്. സോ നമ്മൾ ഇങ്ങനത്തെ തോട്ട്സ് വന്ന് നമ്മളെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സോ വാട്ട് ക്യാൻ വി ഡു? ഇങ്ങനത്തെ തോട്ട്സ് നമ്മളെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, ഇങ്ങനത്തെ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഫിൽ ആകുമ്പോൾ God already gave us the guidelines. So open the Bible. നമുക്ക് ഇങ്ങനെ പറയാൻ എളുപ്പമാണ്, ബട്ട് ആ ടൈമിൽ വി വോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ്. നമുക്ക് ഈ വേഴ്സസ് ഒന്നും നമ്മുടെ മൈൻഡിൽ വരില്ല. യാ, ഇറ്റ്സ് ട്രൂ. ബട്ട് നമ്മൾ ദൈവസന്നിധി ഇരുന്നേ പറ്റത്തുള്ളൂ. ദീസ് ആർ ബാറ്റിൽസ് വിച്ച് യു ഹാവ് ടു ഫൈറ്റ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. നമുക്ക് as they say, Christian life is not an easy life. One or the other, we have to go through it. So I just have want to highlight few things. 1 Peter 5:7 പറയുന്നുണ്ട്, കാസ്റ്റ് ഓൾ യുവർ ആൻസൈറ്റി ഓൺ ടു ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ബിക്കോസ് അവർ ഗാഡ് കെയർസ് ഫോർ യു. നമ്മുടെ അവർ ക്രിയേറ്റർ, ഹി ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് us. So he cares for us. So whatever anxieties we are having, just cast all your anxieties ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. He will help you. Then Joshua 1:9 പറയുന്നുണ്ട്, be strong and of good courage. Do not be afraid nor be despaired, for the Lord our God is with you wherever you go. എവിടെ പോയാലും God is there with you. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Deuteronomy 31:8 പറയുന്നുണ്ട്, യഹോവ തന്നെ നമുക്ക് മുമ്പായി പോയിട്ട് നാം പോകേണ്ട സ്ഥലത്തിന് നമ്മൾ എവിടെ പോകുന്നു അതിന് മുമ്പേ God ഓൾറെഡി അവിടെ നമുക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. So we don't have to be afraid. Psalms 46:1 പറയുന്നുണ്ട്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും വി ഡോണ്ട് ഹാവ് ടു ബി അഫ്രൈഡ് ബിക്കോസ് ഗാഡ് ഈസ് ദെയർ വിത്ത് യു. 2 Timothy 1:7 പറയുന്നുണ്ട്, ഗാഡ് ഗേവ് us a spirit not of fear but of the power of love and self control. ദൈവം നമുക്ക് പേടിയുടെ ആത്മാവിനെ അല്ല തന്നത്, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നത്. സോ നമ്മൾ പേടിച്ചിരിക്കാനുള്ളവരല്ല. സോ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ വാട്ട് എവർ വറീസ് വാട്ട് എവർ ആൻഷ്യസ്നെസ്, അങ്ങനത്തെ വർത്ത്ലെസ് തോട്ട്സ് നമ്മൾ വരുമ്പം ദൈവസന്നിധിയിൽ ഇരിക്കുക. Philippians 4:13 പറയുന്നുണ്ട്, ഐ ക്യാൻ ഡു ഓൾ ദ തിങ്സ് ത്രൂ ഹൂം ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിന് മതിയാകുന്നു. സോ വി ആർ സമ്മൺ, നമ്മൾ കുറെ സ്പെഷ്യൽ, വി ആർ ദ ചൂസൺ പീപ്പിൾ. സോ
നമുക്ക് മറ്റുള്ളവരെ പോലെ ഇങ്ങനത്തെ ഡിപ്രഷൻ വരുമ്പം അതിൽ കൺസ്യൂം ആവാനല്ല, അതിനെ വി ഹാവ് ടു ഓവർകം ഇറ്റ്, വി ഹാവ് ടു ബാറ്റിൽ ഇറ്റ് ആൻഡ് വി ഹാവ് ടു വിൻ ദാറ്റ്. അതിന് നമ്മൾ അത് വിൻ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ത്രൂ ദീസ് സ്ക്രിപ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പീൻസ് 4:13, ഐ ക്യാൻ ഡു ഓൾ ദ തിങ്സ് ത്രൂ ഹു സ്ട്രെങ്തൻസ് മീ. ഗോഡ് ബ്ലെസ് ആൻഡ് താങ്ക് യു.